അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തങ്ങൾക്ക് ഞങ്ങൾ പറയുന്ന ഒരു ദൃഷ്ടാന്തം അല്ലെങ്കിൽ മുഅ്ജിസത്ത് കാണിക്കണമെന്ന് ആവശ്യപ്പെട്ട ആ ജനതയോട് ആ റസൂലുകൾ പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യർ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയാണ് അവൻ്റെ അടിമകളിൽ നിന്ന് അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് നുബുവത്ത് അല്ലെങ്കിൽ പ്രവാചകത്വം എന്ന മഹത്തായ അനുഗ്രഹം നൽകുന്നത്. അതുകൊണ്ട് ആ പ്രവാചകത്വം കൊണ്ട് ആ പ്രവാചകന്മാർ ആദരിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ആ ജനങ്ങളും അതിൻ്റെ ഫലം അനുഭവിക്കുന്നു. നിങ്ങൾ ആവശ്യപ്പെടുന്ന മുഅ്ജിസത്ത് കൊണ്ടുവരിക, അക്കാര്യം അള്ളാഹുവിൻ്റെ കഴിവിൽപ്പെട്ടതാണെന്നും അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ആളുകൾക്ക് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ തൗഹീദ് അത് ആ മനുഷ്യർക്ക് വിവരിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് ഒരു പ്രമാണം കൊണ്ടുവരാൻ അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ ഞങ്ങൾക്കാവില്ല. സത്യവിശ്വാസികൾ കാര്യങ്ങളെല്ലാം അള്ളാഹുവിൽ അർപ്പിക്കുകയാണ് വേണ്ടത്. പ്രവാചകന്മാർ എന്നും പറയാറുള്ള ഒരാശയം, സത്യവിശ്വാസി അവൻ്റെ കാര്യങ്ങൾ അള്ളാഹുവിലല്ലാതെ ഭരമേൽപ്പിക്കുന്നില്ല, അള്ളാഹുവിലേക്കല്ലാതെ അവരുടെ ഹൃദയം തിരിച്ചു വെക്കുകയില്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ ഒരു സഹായം അവർ പ്രതീക്ഷിക്കുകയുമില്ല, അവൻ്റെ സംരക്ഷണത്തല്ലാതെ ആ സത്യവിശ്വാസികൾ ആശ്രയിക്കുകയുമില്ല. അങ്ങനെ അതിക്രമത്തെ ആ സത്യവിശ്വാസം കൊണ്ടും അവർ അതിൽ അനുഭവിക്കേണ്ടി വരുന്ന ഉപദ്രവങ്ങളെ അവരുടെ മനക്കരുത്ത് കൊണ്ടും നേരിടുന്നു. അവർ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ഏൽപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.